എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട് കേട്ടോ. ഇപ്പോൾ SP125 എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു ഹെഡ്ലൈറ്റ് ആണോ ഇത്? ആണോ? അല്ല, കമ്പനിയിൽ പുതിയൊരു ഹെഡ്ലൈറ്റാണ്. ഒന്ന് കത്തിച്ച് കാണിക്കാം. കണ്ട അതിമനോഹരമായ ഒരു ഹെഡ്ലൈറ്റ് ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഇവിടെ രണ്ട് ചെറിയ LED കൊടുത്തു, പിന്നെ ഒരു മെയിൻ ഹെഡ്ലൈറ്റ്. ഡിം ബ്രൈറ്റ് അടിച്ച് കാണിക്കാം. അതുപോലെ തന്നെ ടെയിൽ ലൈറ്റിന് ഒരു മാറ്റം വന്നിട്ടുണ്ട്. ടെയിൽ ലൈറ്റ് അവർ കംപ്ലീറ്റ്ലി എടുത്ത് മാറ്റി. കണ്ടോ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? വേറൊരു വണ്ടിയുടെ ടെയിൽ ലൈറ്റ് അത് SP160 എന്ന് പറയുന്ന ഒരു വണ്ടി ഹോണ്ട നിലവിൽ യൂണിക്കോണിൻ്റെ തൊട്ട് മേളിലായിട്ടൊരു വണ്ടി ഇറക്കുന്നുണ്ട്. അതിൻ്റെ സെയിം ടെയിൽ ലൈറ്റാണ് എടുത്ത് ഈ കുത്തി കയറ്റി വെച്ചിരിക്കുന്നത്. ഒരു പക്ഷേ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി വല്ലതും ആയിരിക്കാം. എന്നാന്ന് പറഞ്ഞാൽ ഇത് പഴയ ടെയിൽ ലൈറ്റിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഷൈൻ എന്ന് പറയുന്ന വണ്ടി നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഷൈൻ 2004 ഇറങ്ങിയ ഒരു വണ്ടിയാണ്. അപ്പോൾ അതിന് 4 ഗിയറേ ഉള്ളായിരുന്നു. ഇപ്പം 125cc സെഗ്മെൻറ്റിൽ 4 ഗിയറുള്ള വണ്ടി സങ്കല്പിക്കാൻ പറ്റുമോ? അന്ന് ഹോണ്ട അങ്ങനെ ഇറക്കി. അതിനുശേഷം ഈ വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്കെല്ലാം ടോപ്പ് ഗിയറിൽ പോയി കഴിയുമ്പോൾ ഒരു ഗിയറും കൂടെ വേണമെന്നുള്ളൊരു തോന്നലുണ്ടാകുമായിരുന്നു. അത് ഏകദേശം ഒരു 15 വർഷത്തിന് ശേഷമാണ് ഹോണ്ട അത് എക്സിക്യൂട്ട് ചെയ്തത്. 2014-15 തോന്നുന്നു, 16 മറ്റോ ഷൈൻ SP എന്ന് പറഞ്ഞൊരു വണ്ടി ഇറക്കി. ഷൈൻ SP പിന്നീട് 2020 നിർത്തേണ്ടി വന്നു. കാരണം BS6 എമിഷൻ മാനദണ്ഡങ്ങൾ നിർബന്ധമാക്കി കഴിഞ്ഞപ്പോൾ ആ എഞ്ചിനുമായിട്ട് പോക്ക് നടക്കുകയില്ല. അപ്പോൾ ഷൈൻ SPയിലും ആ എഞ്ചിൻ നിർത്തി പുതിയ എഞ്ചിൻ കൊണ്ടുവന്നു. ആ എഞ്ചിനാണ് നിങ്ങളിത് ഈ കാണുന്ന എഞ്ചിൻ. അത് ഷൈനിലും കൊണ്ടുവന്നു. ഷൈനിൽ ആകെ ഒരു വ്യത്യാസം ഉണ്ടാകുന്നത് എല്ലാ ഗിയറും മേലോട്ട് ഇടണം. ഇത് ഫസ്റ്റ് താഴോട്ടും ബാക്കി മേലോട്ടും. പിന്നെ SP125 എന്ന് പറയുന്ന വണ്ടിയിലും കൊണ്ടുവന്നു. അപ്പോൾ ഷൈൻ SP125 ആയിട്ട് മാറി 2020. ആ 2020 മുതൽ 2025 വരെ സെയിം ഡിസൈനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല ഈ വണ്ടിയുടെ ഡിസൈൻ മാറ്റുമെന്ന്. ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഈ സംഭവമൊന്നും മാറിയിട്ടില്ല. ഹെഡ്ലൈറ്റിലും ടെയിലൈറ്റുമാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ മീറ്റർ അസംബ്ലി. ഷൈനും SP125 കൂടെ 1,60,000 ഒരു മാസം കഴിഞ്ഞ മാസം വിറ്റത്. ജനുവരി മാസത്തിൽ വിറ്റ് തീർത്തത്. അപ്പോൾ അതുപോലെ സെയിലുള്ളതുകൊണ്ടായിരിക്കും അവർ ഈ വണ്ടി കാര്യമായിട്ടൊന്ന് പരിഗണിച്ചത് OBD2B വന്നപ്പോൾ. അപ്പോൾ OBD2B കുറിച്ച് പറയുകയാണെങ്കിൽ വേറൊരു സംഗതി കൂടെ ഉണ്ട്. കഴിഞ്ഞ 2 വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ 2025 ഏപ്രിൽ 1 മുതൽ നടപ്പിലാക്കേണ്ട എമിഷൻ മാനദണ്ഡമാണ് OBD2B എന്ന് പറയുന്നത്. ഹോണ്ട നേരത്തെ ഇറങ്ങി കേട്ടോ. 2024 ഡിസംബർ മുതൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ ആരംഭിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മെയിനായിട്ട് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഓക്സിജൻ സെൻസർ ഇവിടെ വന്നേക്കുന്നതുണ്ടോ? ഇത് ഞാൻ കഴിഞ്ഞ 2 വീഡിയോയിലും കാണിച്ചതാണ്. ഈ കാറ്റലിക് കൺവേർട്ടറിന് ശേഷമാണ് ഓക്സിജൻ സെൻസർ വന്നിരിക്കുന്നത്. അതിന് മുമ്പ് ഒരു ഓക്സിജൻ സെൻസറുണ്ട്. ഇത് ഉണ്ടല്ലേ. അങ്ങനെ രണ്ടാമതൊരു ഓക്സിജൻ സെൻസർ. ആ മുമ്പുള്ള ഓക്സിജൻ സെൻസർ നേരത്തെ പഴയ വണ്ടിയിൽ തന്നെ ഉണ്ടായിരുന്നത്. OBD2Aയിലും അതിന് മുമ്പുള്ള വണ്ടിയിലെല്ലാം ഉണ്ടായിരുന്നതാണ്. OBD2Bയുടെ നിർബന്ധമാണ് ഈ ഓക്സിജൻ സെൻസർ. അതായത് കാറ്റലിക് കൺവേർട്ടർ വഴി ഫിൽട്ടർ ചെയ്ത് വരുന്ന എയർ നല്ലതാണോ പക്കയാണോ എന്നറിയാൻ വേണ്ടിയുള്ള, അതായത് പുക കുറവാണോ എന്നറിയാൻ വേണ്ടിയുള്ള ഓക്സിജൻ സെൻസറാണ് ഇത്. അതാണ് മെയിനായിട്ടൊരു മാറ്റം. അത് എമിഷനുമായിട്ട് ബന്ധപ്പെട്ട മാറ്റം. പിന്നെ ഇത് പുതിയൊരു സംഗതി, TFT ഡിസ്പ്ലേ, തിൻ ഫിലിം ട്രാൻസിസ്റ്റർ, അങ്ങനെ കണ്ട അതിൻ്റെ ഫുൾ ഫോം. പിന്നെ ഇതിൽ നിങ്ങൾക്കൊരു പ്രത്യേക ഒരു മാറ്റം കാണാൻ സാധിക്കും. ഈ സെൽഫ് സ്വിച്ച് എന്ന് പറയുന്നത് ഒരു റെഡ് കളറായിരുന്നു. റെഡ് കളർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ അർത്ഥം അത് എഞ്ചിൻ കിൽ സ്വിച്ച് ആണെന്ന് അർത്ഥം. ഇതിപ്പോൾ ബ്ലാക്ക് കൊടുത്തു. ഇത് വെച്ച് എഞ്ചിൻ കിൽ ചെയ്യാൻ പറ്റില്ല. ഇത് ഒരു സംഗതി ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഉള്ള സാധനമാണ്. അതായത് ഓട്ടോ കട്ട് ഓഫ്. കാണിച്ചുതരാം. കണ്ടോ, ഒരു സാധനം കത്തി വന്നുണ്ടോ? അത് ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ള സംഗതിയാണ് ഇത്. ഇത് പഴയ വണ്ടിയിൽ കണ്ടിരുന്ന സാധാരണ ISS അല്ല, ഐഡിയൽ സ്റ്റോപ്പ് സിസ്റ്റം അല്ല. ഇത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. അതായത് നേരത്തെ ആണെങ്കിൽ വണ്ടി നിർത്തിക്കഴിഞ്ഞ് 3 സെക്കൻഡ് കഴിയുമ്പോഴേ ഈ സാധനം എഞ്ചിൻ ഓഫ് ആകത്തുള്ളായിരുന്നു. ട്രാഫിക് ബ്ലോക്ക് നിർത്തി കഴിയുമ്പോൾ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആകുന്ന സംഗതിയാണ് ISS എന്ന് പറയുന്നത്. വണ്ടി സ്റ്റോപ്പ് ചെയ്ത് വീലിൻ്റെ കറക്കം നിന്ന് കഴിഞ്ഞ് 3 സെക്കൻഡ് കഴിയുമ്പോഴേ ഇത് ഓഫ് ആകത്തുള്ളായിരുന്നു. ഇതിപ്പോൾ അതിന് മുമ്പേ വണ്ടിയൊക്കെ സ്റ്റോപ്പ് ആകുന്നതിന് മുമ്പ് വണ്ടി വീല് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, അതായത് നിർത്താൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ സാധനം ഓഫാകും. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതി ഈ കൊടുത്തേക്കുന്ന കവർ ഉണ്ടോ? ഇത് ക്ലച്ച്. ഇവിടെ 2 സ്വിച്ച് ഉണ്ട്. ഒന്ന് ക്ലച്ച് സ്വിച്ച്, സാധാരണ ക്ലച്ച് സ്വിച്ച്. രണ്ടാമത്തേത് ഈ ഐഡിയൽ സ്റ്റോപ്പ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട സംഗതി വർക്ക് ചെയ്യിക്കുന്നതിനുള്ള സ്വിച്ചും. അതായത് നമ്മൾ ക്ലച്ച് പിടിക്കുമ്പോൾ തന്നെ, അതായത് വണ്ടി അവിടെ നിർത്തി ക്ലച്ച് പിടിക്കുമ്പോൾ തന്നെ വണ്ടി എടുക്കാൻ നേരത്ത് നമ്മൾ ക്ലച്ച് പിടിച്ച് ആക്സിലേറ്ററെ കൊടുക്കുമ്പോൾ തന്നെ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ടാവും. സെൽഫ് സ്വിച്ച് ഞെക്കേണ്ട ആവശ്യമില്ല.
അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നിലവിൽ അതിനുള്ള സംഗതി ഈ കവറൊക്കെ കൊടുത്തിരിക്കുന്നത്, മനസ്സിലായില്ലേ? അങ്ങനെ പ്രധാനപ്പെട്ട മാറ്റങ്ങളുമായിട്ടാണ് SP125 വന്നിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ E20 ഫ്യൂവൽ ഒഴിക്കാമെന്നാണ് പറയുന്നത്. അതങ്ങനെ ഒരു പ്രത്യേകത ഹോണ്ട പറയുന്നതെന്നുള്ളൂ. ആക്ച്വലി അവരുടെ BS6 വാഹനങ്ങൾ 2020 മുതലുള്ള വണ്ടികളിൽ E20 ഫ്യൂവൽ ഒഴിക്കാവുന്ന രീതിയിൽ അവർ ഇറക്കിയിരിക്കുന്നത്. ട്രെയിനിങ്ങിന് ചെന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞ ഒരു സംഗതിയാണത്. അപ്പോൾ ആ E20 എന്ന് പറയുന്ന അവർ നിങ്ങൾ കണക്ക് കൂട്ടണ്ട. നിങ്ങളുടെ പഴയ BS6 വണ്ടി ഉണ്ടെങ്കിൽ, അതായത് ഹോണ്ടയുടെ BS6 വണ്ടി ഉണ്ടെങ്കിൽ അതെല്ലാം E20 ഒഴിക്കുക. അങ്ങോട്ട് അതുകൊണ്ടോ ടാങ്കേ കൊടുത്തേക്കുന്നത് E20 സപ്പോർട്ടാണ്. ഇപ്പോൾ പഴയ മോള് വണ്ടിയിൽ ഇതിപ്പോൾ എൻ്റെ വണ്ടി 2024 വണ്ടി, അതിലും കാണും E20. ഇതേ കണ്ടല്ലേ? പ്ലേ സ്റ്റോറിൽ കയറി റോഡ് സിങ്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ ഇതിൽ നാവിഗേഷൻ കാണിക്കും. നാവിഗേഷൻ അതായത് മാപ്പിൻ്റെ സഹായത്തോടു കൂടി നാവിഗേഷൻ കാണിക്കും. പിന്നെ സൈലൻ്റ് ഇതുണ്ട്, ഫോണുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴുള്ള പ്രത്യേകതയാണ് ഇതൊക്കെ. പിന്നെ പീരിയോഡിക് മെയിൻ്റനൻസ് പോപ്പപ്പ് ആകും. സർവീസ് ആകുന്ന സമയമാകുമ്പോൾ ഇതിൽ ഇൻഫർമേഷൻ കാണിക്കും. മീറ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ഇത്രയും വലിയൊരു സാധനം ഇതിനകത്ത് കുത്തിക്കെട്ടിട്ടുണ്ട്, കണ്ടില്ലേ? പക്ഷേ മീറ്ററിൻ്റെ ഡിസ്പ്ലേ ഭാഗം വന്നപ്പം ഇത്രയും ചെറുതായിപ്പോയി, കണ്ടോ? വലിയ ബിൽഡപ്പൊക്കെ കൊടുത്ത് കോമഡി ആയിപ്പോലെ ആയിപ്പോയി. ഈ മീറ്ററിന് ഇത്രയും വലിപ്പം ഉണ്ടായിരുന്നു നിങ്ങളും സങ്കല്പിച്ച് നോക്കി, നല്ല അടിപൊളിയാകില്ലായിരുന്നു. ഇപ്പം ന്യൂട്രലിൻ്റെ ലൈറ്റുണ്ട്, ഇൻഡിക്കേറ്റർ അത് ഇവിടെ കാണാം, കണ്ടില്ലേ? എൻജിൻ മാൽ ഫങ്ഷൻ ലൈറ്റ്, പിന്നെ സെൻസറുണ്ട് ഇവിടെ. ഈ സെൻസറിൻ്റെ ഒരു ഉപയോഗം എന്നാന്ന് വെച്ചാൽ ഡാർക്ക് മോഡും ലൈറ്റ് മോഡും ഉണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ സ്വയം മാറുന്നതുകൊണ്ട് നമുക്ക് മാറ്റാം. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് ഡാർക്ക് മോഡും ലൈറ്റ് മോഡും മാറുന്ന വരുന്നെങ്കിൽ ഈ സെൻസർ വെച്ചാണ് അത് സെൻസ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ കണ്ടോണേ, അത് ഞാൻ കൈ മാറ്റുവാണേ. അതായത് SP125 BS6 ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഗിയർ സ്ലിപ്പിംഗ് പ്രോബ്ലം ഉണ്ടായിരുന്നിരിക്കും. അപ്പോൾ ആ പ്രോബ്ലം മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു ഈ ഗിയർ ബോക്സിനകത്ത് കുറേ മാറ്റങ്ങൾ ഹോണ്ട കൊണ്ടുവന്നിട്ടുണ്ട്. സിലിണ്ടർ ഹെഡിന് മാറ്റം ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിനുള്ളിൽ ക്യാം ഷാഫ്റ്റിന് മാറ്റമുണ്ട്. പിസ്റ്റൺ ജെറ്റ്, അതായത് ഈ പിസ്റ്റൺ ജെറ്റ് എന്ന് പറയുന്നത് ഈ ഹോണ്ട പേറ്റൻറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. ഈ പിസ്റ്റൻ്റെ അടിയിലേക്ക് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. സാധാരണ പിസ്റ്റൻ്റെ അടിയിലേക്ക് ഓയിൽ സ്പ്രേ ചെല്ലുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ക്രാങ്ക് ഷാഫ്റ്റ് ഓയിലിൽ മുങ്ങി അത് കറങ്ങി വരുമ്പോൾ അതിൽ നിന്നുള്ള ഓയിൽ തെറിച്ചിട്ടാണ് സാധാരണ വണ്ടികളിൽ പിസ്റ്റൻ്റെ അടിയിലേക്ക് ഓയിൽ ചെയ്യുന്നത്. ഇത് പ്രത്യേകം ഒരു ജെറ്റ് കൊടുത്തിട്ട് കൃത്യമായിട്ട് സ്പ്രേ ചെയ്യുന്നുണ്ട്. ആ സാധനം പഴയ വണ്ടിക്കുണ്ട്, അതായത് BS6 ഹോണ്ടയുടെ BS6 വണ്ടിക്കെല്ലാം ഉണ്ട്. അതായത് SP125 സ്കൂട്ടറിനൊക്കെ ഉള്ള ഒരു സംഗതിയാണ്. അത് വീണ്ടും ഒന്നുകൂടെ അഡ്വാൻസ് ആക്കിയിട്ടുണ്ട്, കുറച്ചും കൂടെ മാറ്റം വരുത്തി, കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആക്കിയിട്ടുണ്ട് ആ സംഗതി. എഞ്ചിനുള്ളിൽ മെയിൻ ഷാഫ്റ്റ്, പിന്നെ കുറച്ച് ഗിയർ വീലുകൾ മാറിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഈ ഗിയർ സ്ലിപ്പിങ് മാറ്റാൻ വേണ്ടിയുള്ള സംഗതിയുടെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു. സൈലൻസറിൽ വന്നേക്കുന്ന മാറ്റം വേറെ ഒന്നും കൊണ്ടല്ല. സെക്കൻഡറി ഓക്സിജൻ സെൻസർ വന്നിട്ട് ഉള്ളതാണ്. ACG സെൻസർ, അതായത് സെൽഫ് എടുക്കുമ്പോൾ സൗണ്ട് ഇല്ലാതെയാണല്ലോ ഇത് സെൽഫ് എടുക്കുന്നത്. ആ ഗിയർ മെഷിങ് സൗണ്ട് ഇല്ലാതെയാണ് സെൽഫ് എടുക്കുന്നത്. നിങ്ങളുടെയൊക്കെ പഴയ ബൈക്കുകൾ ഒരു സൗണ്ടോട് കൂടിയാണ് എൻജിൻ സ്റ്റാർട്ട് ആകാറുള്ളത്. അതില്ലല്ലോ, കേൾപ്പിച്ചു തരാം ഒന്നുകൂടെ. ഈ സാധനം ACG സെൻസറിൻ്റെ സഹായത്തോടു കൂടിയാണ് ചെയ്ത് വന്നിരുന്നത്. ACG സെൻസറിന് ചെറിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ റിയർ ഷോക്കിന് മാറ്റം വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. 5 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ കേട്ടോ. ഇതിപ്പോൾ രണ്ടാമത്തെ പൊസിഷൻ എടുക്കുന്നത് 3, 4, 5 പൊസിഷനിൽ ഇതിൻ്റെ സസ്പെൻഷൻ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. 2 സസ്പെൻഷൻ്റെ കൂടെ അപ്പുറത്തും ഉണ്ട്. രണ്ടും ഒരേ ലെവലിൽ ഇടണമെന്ന് മാത്രം. ഫ്രണ്ടിലത്തെ സസ്പെൻഷൻ്റെ കാര്യം പ്രത്യേകം പറഞ്ഞ ഒരു ടെലസ്കോപ്പിക് സാധാ സസ്പെൻഷനാണ് വന്നിരിക്കുന്നത്. 240 മില്ലിമീറ്ററിൻ്റെ ഒരു ഡിസ്ക്കാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ഈ പിസ്റ്റൺ ഒറ്റ പിസ്റ്റണേ ഉള്ളൂ, സിംഗിൾ പിസ്റ്റണാണ് ബ്രേക്ക്. യൂണിക്കോണിലോട്ട് വന്നു കഴിയുമ്പോൾ അത് ഡബിൾ പിസ്റ്റൺ ആവും. ഇതായാലും പക്ഷേ സിംഗിൾ പിസ്റ്റൺ ഉള്ളൂ, വെയിറ്റ് കുറഞ്ഞ വണ്ടി ആയിരിക്കണം. പിന്നെ കോമ്പി ബ്രേക്ക് ഉണ്ട്, ബാക്കി ഔട്ടുമ്പോൾ ഫ്രണ്ടും കൂടെ വർക്കാവും. അതൊരു കേബിളാണ്. ആ കേബിൾ ഇങ്ങനെ വന്നിട്ട് ഇവിടെ കണക്ട് ചെയ്ത് ഇവിടെ നിന്ന് തന്നെയാണ് ഇത്. ഇവിടെ നമ്മൾ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോഴാണല്ലോ ഫ്രണ്ട് ബ്രേക്ക് വർക്കാകുന്നത്. ഇനി ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ വർക്കാകുന്നത് കാണുന്നുണ്ടോണേ, കണ്ടോ? ബാക്കിൽ നിന്ന് വേറൊരു കേബിൾ വന്നിട്ട് ഫ്രണ്ട് ബ്രേക്കിനെ വർക്ക് ചെയ്യിക്കുക, കണ്ടോ? അങ്ങനെ കോമ്പി നേരത്തെ ഇത്രയും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു കോമ്പി ബ്രേക്ക് സിസ്റ്റം ആയിരുന്നില്ല, കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ബാക്കിലൊരു എക്സ്ട്രാ മാസ്റ്റർ സിലിണ്ടറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റി പിന്നെ കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്തത്. കുറച്ചും കൂടെ കോസ്റ്റ് എഫിഷ്യൻ്റാണ്, കുറച്ചും കൂടെ നല്ല ബ്രേക്കും കൂടെ കേട്ടോ. 130 മില്ലിമീറ്ററിൻ്റെ ഡ്രം ബ്രേക്കാണ് വന്നിരിക്കുന്നത്. ഓപ്ഷണലായിട്ട് പോലും ഇതിന് ഡിസ്ക് ഇല്ല.
എന്നാൽ ഫ്രണ്ടിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണത്. ഫ്രണ്ടിൽ ഡ്രം ബ്രേക്കിനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അങ്ങനെ 2 മോഡലേ ഉള്ളൂ വണ്ടിക്ക്, സ്റ്റാൻഡേർഡും ഡീലക്സും എന്ന് പറഞ്ഞു. ടയറിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഫ്രണ്ടിൽ 80, 100, 18, ബാക്കിൽ 100, 80, 18. അതായത് ബാക്കിൽ വീതി കൂട്ടി ടയറിൻ്റെ. ഈ വീതി കൂട്ടിയത് OBD ടു എയ്ക്ക് തന്നെയാണ് കേട്ടോ. അതായത് ഈ മോഡലിനല്ല വീതി കൂട്ടിയത്. നിങ്ങൾ ഏറ്റവും ആദ്യത്തെ SP125 എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. വളരെ മെല്ലിച്ച ശോഷിച്ച ഫ്രണ്ടിലത്തെ സെയിം വീതിയുള്ള ടയറായിരുന്നു. അത് ആ കൂട്ടർ ടയറായിരുന്നു ബാക്കി കളഞ്ഞിരുന്നത്. ഇതുപോലൊരു വണ്ടിക്ക് ഒട്ടും സൂട്ടബിളായിട്ടുള്ള ടയർ ആയിരുന്നില്ല അത്. ഏതായാലും ഭാഗ്യത്തിന് അതൊരു 2 വർഷം മുമ്പ് അവർ മാറ്റി സെറ്റാക്കി, വീതി കൂട്ടിയ ടയറാക്കി. പിന്നെ എൻജിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് അതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ആ സ്ക്രീനിൻ്റെ അടിയിൽ കൊടുത്തേക്കാം. അതൊക്കെ കൂടുതൽ വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. കാരണം 123.94 cc ആയിരുന്നു പഴയതും പുതിയതും. 8 കിലോവാട്ട്സ് ആയിരുന്നു, 7500 RPM പവർ വന്നിട്ടില്ലേ. അതുപോലെ ടോർക്കും 10.9 Nm 6000 RPM. യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. ചില റിവ്യൂകളൊക്കെ ഞാൻ കണ്ടു പവർ കൂടിയെന്നൊക്കെ പറഞ്ഞു. ആ പവർ ഏതായാലും പേപ്പറിൽ കൂടിയിട്ടില്ല. അതായത് ഹോണ്ട കൊടുത്തിരിക്കുന്ന ബ്രോഷറുടെ പവറൊന്നും കൂടിയിട്ടില്ല. ഞാൻ അല്ലാതെ ഓടിച്ചു നോക്കിയിട്ട് പവർ കൂടിയതായിട്ട് എനിക്കൊട്ട് തോന്നിയതുമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള റിവ്യൂകളൊന്നും വിശ്വസിക്കരുത്. എൻ്റെ റിവ്യൂ മാത്രമാണ് സത്യം കേട്ടോ. സ്ട്രക്ചറായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ലെങ്ത്, വിഡ്ത്ത്, ഹൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ. അതായത് ചില കാര്യങ്ങൾ മാറി, ചില കാര്യങ്ങൾ മാറിയിട്ടില്ല. അത് പ്രധാനപ്പെട്ടത് ആ ലെങ്ത് മാറിയിട്ടുണ്ട്. ലെങ്ത് ഒരു 7 മില്ലിമീറ്ററേ കൂടിയിട്ടുള്ളൂ. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ ടെയിൽ ലൈറ്റ് അസംബ്ലി പുതിയത് വെച്ചതുകൊണ്ടാവാം ലെങ്ത് കൂടാനുള്ള കാരണം. പക്ഷേ വിഡ്ത്ത് സെയിം ആണ്, 755 മില്ലിമീറ്റർ ആയിരുന്നു. പഴയതിനും പുതിയതിനും അല്ല, 755 മില്ലിമീറ്ററാണ്. ഹൈറ്റ് ഒരു 19 മില്ലിമീറ്റർ കൂടിയിട്ടുണ്ട്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ മിറർ വരെയുള്ള ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നത്. വീൽ ബേസ് സെയിമാണ്. അതുകൊണ്ട് സ്ട്രക്ചറായിട്ടുള്ള മാറ്റങ്ങളിൽ അതുപോലെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ബാക്കിലെ വീലിൻ്റെ ആക്സിൽ നിന്ന് ഫ്രണ്ടിലത്തെ വീലിൻ്റെ ആക്സിൽ വരെയുള്ള നീളമാണ് ഈ വീൽ ബേസ് എന്ന് പറയുന്നത്. അത് കൂടിയിട്ടില്ല, അത് മാറ്റം വന്നിട്ടില്ല. 160 മില്ലിമീറ്റർ ആയിരുന്നു ഗ്രൗണ്ട് ക്ലിയറൻസ്. അത് പഴയതും പുതിയതും എല്ലാം സെയിമാണ്. സീറ്റ് ഹൈറ്റ് സെയിമാണ്. അതായത് സീറ്റായിരിക്കും നമ്മൾ ചന്തി വെക്കുന്ന ഭാഗമുണ്ടല്ലോ, അത് സെയിമാണ്. ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി 200 മില്ലി കൂടിയതായിട്ടാണ് കാണിക്കുന്നത്. 200 മില്ലി. എന്നാൽ പഴയത് 11, ഇത് 11.2 കാണിക്കുന്നത്. അപ്പോൾ ടാങ്ക് ചെറിയ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. പിന്നെ 5 വ്യത്യസ്തമായ കളറുകളിൽ ഈ വാഹനം ലഭ്യമാണ്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ സൈഡ് സ്റ്റാൻഡ് ഇൻഹിബിറ്ററിൻ്റെ കാര്യം അറിയാമല്ലോ, അത് ലോ ആണ്, നിയമമാണ്, നിർബന്ധമാണ് എല്ലാ 2 വീലറുകൾക്കും. അത് കൊടുത്തിട്ടുണ്ട്. വണ്ടി ഗിയറിലാണെങ്കിൽ ഓഫായി പോകും, ന്യൂട്രലാണെങ്കിൽ ഓഫ് ആകത്തില്ല. പക്ഷേ ന്യൂട്രലിലാണെങ്കിൽ ഫസ്റ്റ് ഇടുമ്പോൾ ഓഫായി പോകും. നല്ല ഫൈബറിൻ്റെ ചെയിൻ കവർ വരുന്നുണ്ട്. സീൽഡ് ചെയിനാണ്. സീൽഡ് ചെയിൻ എന്ന് വെച്ചാൽ ചെയിന് ലോക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ചെയിനാണ് കുറച്ചും കൂടെ ആയുസ് കിട്ടും. നിങ്ങൾക്കിപ്പോൾ ചെയിൻ ലോക്കുള്ള ചെയിനാണെങ്കിൽ നിങ്ങൾ പലരും പറയാറുണ്ട് കട്ട് ചെയ്തിടാമെന്ന്. കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായ ശബ്ദമായിരിക്കും ചെയിനിന് വരുന്നത്. പക്ഷേ ഈ സീൽഡ് ചെയിനാണെങ്കിൽ അതിൽ റബ്ബറിൻ്റെ ഓറിങ് വരുന്നുണ്ട്. റബ്ബറിൻ്റെ ഓറിങ് ഉള്ള കാരണം സൗണ്ട് വളരെ കുറവായിരിക്കും. അതിൻ്റെ പുറമെ ഈ ചെയിൻ കവറും ഉള്ള കാരണം അത്യാവശ്യം ശബ്ദം കുറവായിരിക്കും. നല്ല എഫിഷ്യൻ്റാണ്, കുറച്ച് ഏറെക്കാലം ഓടാം. അതാണ് സീൽഡ് ചെയിൻ്റെ ഒരു വലിയൊരു ഗുണം. സ്വിച്ച് അസംബ്ലിയുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ TFT ഡിസ്പ്ലേ കൺട്രോൾ ചെയ്യാൻ വേണ്ടി 4 സ്വിച്ച് ഇവിടെ കൊടുത്തേക്കുന്നതാണ്. ആക്റ്റീവ 125 നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതിലൊരു നാവിഗേഷൻ സ്വിച്ച് പോലത്തെ സംഗതിയായിരുന്നു. അതായത് അതിൽ മെയിനായിട്ട് നടുക്കൊരു സ്വിച്ചായിരുന്നു. ആ സ്വിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും, ഒരു സ്വിച്ച് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മെലോട്ടും താഴോട്ടും മാറ്റുമായിരുന്നു. ഇവിടെ 4 വ്യത്യസ്തമായ സ്വിച്ച് കൊടുത്തേക്കുന്നത് കാണാം. കണ്ടോ? ഇത് 3 ഓപ്ഷൻ കാണാം. 1, 2, 3. ഇത് മേളത്തെ ഓപ്ഷനിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അത് ഫ്യൂലുമായിട്ട് ബന്ധപ്പെട്ട സംഗതിയാണ്. കണ്ടോ ഫ്യൂവൽ. ഇത് താഴെ റേഞ്ച്, ഇതിപ്പോൾ ഫ്യൂവൽ ഇങ്ങനെ കാണിക്കുന്നത് കണ്ടല്ലേ. താഴെ റേഞ്ചിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ എത്ര കിലോമീറ്റർ ഓടുമെന്ന് കാണിക്കും. അതാണ് ഫ്യൂവലുമായിട്ട് ബന്ധപ്പെട്ട് അത്രയേ ഉള്ളൂ അവിടെ. പിന്നെ കിലോമീറ്ററുമായിട്ടുള്ള സംഗതിയാണ് ട്രിപ്പ് A, ട്രിപ്പ് B. ഇതിപ്പോൾ ട്രിപ്പ് റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ 2 ആരോ മാർക്ക് കൊടുത്തേക്കുന്നത് പ്രസ് ആൻഡ് ഹോൾഡാണ്. അപ്പം ആ 0-1 എന്നുള്ളത് റീസെറ്റ് ആയതുണ്ടോ? സംശയമുണ്ടോ? ഒന്നുകൂടെ കാണിക്കാം. ആ 0-1 എന്നുള്ള റീസെറ്റ് ആയത് നിങ്ങൾ കണ്ടു കാണും. പിന്നെയുള്ള താഴെ സെറ്റിങ്സ്, ഇതിനകത്താണ് സെറ്റിങ്സ് മൊത്തം കിടക്കുന്നത്. കൂടുതൽ സെറ്റിങ്സും കിടക്കുന്നത് ഈ 3ാമത്തെ ഓപ്ഷനിലാണ്. അത് വലത്തേക്ക് പ്രസ് ചെയ്താൽ ഫങ്ഷൻ,
ട്രിപ്പ് ഓട്ടോ റീസെറ്റും എക്കോ ഇൻഡിക്കേറ്റർ ഓൺ ആക്കണോ ഓഫ് ആക്കണോ എന്നുള്ള ഓപ്ഷനാണ് അവിടെ. ഡിസ്പ്ലേ ആയിട്ട് ബന്ധപ്പെട്ട സംഗതികൾ, ഡിസ്പ്ലേ ടൈപ്പ്, ബാറുണ്ട്, സിമ്പിളുണ്ട്. നമ്മുടെ ബ്രൈറ്റ്നസ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. മെസ്സേജ് മാനേജ് ചെയ്യാം, നിങ്ങൾക്ക് മെസ്സേജ് ഇൻകമിങ് മെസ്സേജസ് മാനേജ് ചെയ്യാം. പിന്നെ റിയൽ ടൈം വെതർ അപ്ഡേറ്റ് ഉണ്ട് കേട്ടോ. വോയിസ് കമാൻഡ് കൊടുത്ത് കോൾ വിളിക്കാം, കോൾ അറ്റൻഡ് ചെയ്യാം. 10/10 നാവിഗേഷൻ, മ്യൂസിക് കൺട്രോൾ ചെയ്യാം കേട്ടോ. അതൊരു ഭയങ്കര സംഗതിയല്ലേ. ചെവി ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേട്ടുകൊണ്ട് പോകുന്ന അത്ര നല്ല സംഗതിയല്ല, പക്ഷേ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ നല്ല സംഗതിയല്ലേ. ഇതിനു വേണ്ടി തന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. അതിലെ കാര്യമുള്ള, അതിങ്ങനെ കണ്ടിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ഒരു സംഗതി ഡിം ബ്രേക്ക് ഉണ്ടോ, ഇങ്ങനെ വന്നേക്കുന്നത് പാസ് ചെയ്താൽ തന്നെ വന്നേക്കുന്നത് കേട്ടോ. കണ്ടോ, ഇത് ഇൻഡിക്കേറ്റർ ഓണം, ഇത് സെൽഫ് സ്വിച്ച്. ഇത് പ്രസ് ചെയ്താൽ എൻജിൻ ഓഫ് ആകത്തില്ല, അതുപോലെ ഓട്ടോ കട്ട് ഓഫ്, അതായത് ട്രാഫിക്കിലോ തന്നെ വണ്ടി ഓഫ് ആകുന്ന സംഗതി ഓഫാകും. മാപ്പ് കിട്ടണമെങ്കിൽ റോഡ് സിങ്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യണം കേട്ടോ. മിററിൻ്റെ കാര്യം പറയുവാണെങ്കിൽ യാതൊരു മാറ്റം വന്നിട്ടില്ല, അതേ മിറർ തന്നെയാണ് കേട്ടോ. ആക്സിലേറ്റർ നിങ്ങൾ കാണാൻ പറ്റും, 2 കേബിളാണ്, ത്രോട്ടിൽ എയും ത്രോട്ടിൽ ബിയും. ക്ലച്ച് ഒന്നുകൂടെ സ്മൂത്ത് ആയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, കുറച്ചും കൂടി ലൈറ്റായി. ഇനി വാറണ്ടിയെക്കുറിച്ച് ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് തരാം. വേറൊന്നുമല്ല, 3 വർഷം വാറണ്ടി ആയിട്ടാണ് വണ്ടി വരുന്നത്. പിന്നെ അത് വേണം നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ. വണ്ടി എടുക്കുമ്പോൾ തന്നെ 1 വർഷം എക്സ്റ്റെൻഡ് ചെയ്ത് 4 വർഷം ആക്കാം, അല്ലെങ്കിൽ 2 വർഷം എക്സ്റ്റെൻഡ് ചെയ്ത് 5 വർഷം ആക്കാം, 3 വർഷം എക്സ്റ്റെൻഡ് ചെയ്ത് 6 വർഷം ആക്കാം, പിന്നെ 7 വർഷം എക്സ്റ്റെൻഡ് ചെയ്ത് 10 വർഷം ആക്കാം. ഞാൻ പറഞ്ഞു വന്ന പോയിൻ്റൊന്നുമല്ല, സെൻസറുകളുടെ എണ്ണം കൂടിക്കൂടി വരുവാണ്. അതുകൊണ്ട് സെക്കൻഡറി ഓക്സിജൻ സെൻസർ ഈ വർഷം ഏപ്രിൽ മുതൽ നിർബന്ധമാക്കി. അതിന് മുമ്പ് ഒരു സെൻസറുകളുണ്ട്, അതെല്ലാം ടോട്ടൽ ബോഡിയിൽ തന്നെ ഒരു 3 സെൻസറുണ്ട്. ഇവിടെ കണ്ടോ, എഞ്ചിൻ ഓയിൽ ടെമ്പറേച്ചർ സെൻസറായിരിക്കുന്നത് കണ്ടോ, ഈ സെൻസർ അപ്പുറത്തുനിന്ന് കാണിച്ചു തരാം. അങ്ങനെ സെൻസറുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്ന കാരണം ഇതാണ് എഞ്ചിൻ ഓയിൽ ടെമ്പറേച്ചർ സെൻസർ. പെട്ടടിക്കുക ഇത്. അങ്ങനെ സെൻസറുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്ന കാരണം ഏത് സെൻസർ എപ്പോഴാണ് അടിച്ചു പോകുന്നത് പറയാൻ പറ്റില്ല. ഇന്ന് കാണുന്ന സെൻസറിനെ നാളെ കണ്ടെന്ന് വരികയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്, വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ എക്സ്റ്റൻഡഡ് വാറണ്ടി കൂടെ എടുക്കുകയാണെങ്കിൽ സെൻസർ മാറാൻ നേരം നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോകത്തില്ല. 5000 6000 രൂപ വരെയുള്ള സാധനങ്ങളൊക്കെയാണ് ഓരോ സാധനങ്ങളും. ഇതിനകത്ത് 3 ഐറ്റം തന്നെ 6000 രൂപ വരെ വരുന്ന സംഗതിയുണ്ട്. മനസ്സിലായില്ലേ, ഇപ്പോഴത്തെ വില. അത് 10 വർഷം കഴിഞ്ഞാൽ ഇതൊന്നും ആയിരിക്കില്ല വില. അതുകൊണ്ട് വാഹനം എടുക്കുന്നവർ വിത്ത് വാറണ്ടി എടുക്കുക, പറ്റുമെങ്കിൽ 10 വർഷം എടുത്തു ഇപ്പം തന്നെ. എന്നാൽ ഹോണ്ടയ്ക്ക് എപ്പോഴാണ് തോന്നുന്നത് അറിയത്തില്ല 10 വർഷം വാറണ്ടിയൊക്കെ നിർത്തിക്കളയാൻ. അതുകൊണ്ട് വണ്ടി ഇപ്പോൾ നിലവിൽ 10 വർഷം വാറണ്ടി അവൈലബിളാണ്. എടുക്കുന്നവർ അതും കൂടെ കൂട്ടി എടുക്കുക. 10,000 രൂപ അങ്ങോട്ട് കൂടുതൽ എടുക്കുക. കൃത്യമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് സർവീസ് ചെയ്യണമെന്നുള്ളൂ. എവിടെയാണ്, ഷോറൂമിൽ കൊണ്ടുവന്ന് കൃത്യമായിട്ട് സർവീസ് ചെയ്താൽ ഈ വണ്ടിക്ക് 10 വർഷത്തേക്ക് എന്തൊക്കെ സാധനം മാറിയാലും നിങ്ങളുടെ കയ്യിൽ നിന്ന് 5 പൈസ പോകത്തില്ല. പീരിയോഡിക് മെയിൻ്റനൻസിൻ്റെ പൈസ മാത്രമേ പോകത്തുള്ളൂ. മനസ്സിലായില്ലേ? വാറണ്ടി എടുത്താൽ മറ്റൊരു ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്ര കിലോമീറ്റർ ഓടിക്കാമെന്നറിയോ? 1,30,000 കിലോമീറ്ററോളം ഈ 10 വർഷം വാറണ്ടിയിൽ നിങ്ങൾക്ക് ഓടിക്കാൻ സാധിക്കും. മനസ്സിലായില്ലേ? അതായത് 10 വർഷം കൊണ്ട്, 1 വർഷം 13,000 കിലോമീറ്റർ കണക്കിലാണ് ഓടിക്കുന്നതെങ്കിൽ 10 വർഷം കൊണ്ട് 1,30,000. ഇനി അഥവാ 5 വർഷം കൊണ്ടാണ് നിങ്ങൾ 1,30,000 എത്തുന്നതെങ്കിലും കുഴപ്പമില്ല, വാറണ്ടി ഉണ്ട്. 5 വർഷം കഴിയുമ്പോൾ വാറണ്ടി എക്സ്പയർ ആവുന്നേ ഉള്ളൂ. പ്രയാസപ്പെടും. 5,500 മുതൽ 6,000 കിലോമീറ്ററുള്ള സമയം കൊണ്ട് എല്ലാ സർവീസും കൃത്യമായിട്ട് ചെയ്യണം. അതാണൊരു സംഗതി. പിന്നെ വിലയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മൈലേജിൻ്റെ കാര്യം പ്രത്യേകം പറയേണ്ടതുണ്ട്. ഡീസൻ്റായിട്ട് ഓടിക്കുകയാണെങ്കിൽ 80 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്ന വണ്ടിയാണത്. മനസ്സിലായില്ലേ? ഒരു അണ്ടർ എസ്റ്റിമേറ്റഡ് പ്ലാറ്റിന ചെയ്ത് 100 രൂപയ്ക്ക് അടിച്ചാൽ ഒരു 78-75 കിലോമീറ്ററൊക്കെ ഓടുന്ന ഒരു വാഹനമായത്. അതുകൊണ്ട് നിങ്ങൾ താല്പര്യമുള്ളവർ, വണ്ടി നമുക്ക് തന്നിരിക്കുന്നത് പുരക്കൽ ഹോണ്ടയാണ്. കോട്ടയം ജില്ലക്കാരാണെങ്കിൽ പുരക്കൽ ഹോണ്ട വന്ന് വണ്ടി എടുക്കുക, അല്ലെങ്കിൽ അതാത് ജില്ലകളിലുള്ള ഓതറൈസ്ഡ് ഷോറൂമിൽ നിന്ന് വണ്ടി എടുക്കുക. പുരക്കൽ ഹോണ്ടയ്ക്ക് എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഈ റിവ്യൂ ഞാനിവിടെ നിർത്തുകയാണ്. വണ്ടി ഓടിച്ചൊന്നും കാണിക്കുന്നതിൽ യാതൊരു കാര്യമില്ല. ചുമ്മാ വണ്ടിയുടെ മേളിൽ കയറിയിരുന്ന പുറകിൽ എടുത്തിന് ക്യാമറയും പിടിപ്പിച്ച് ഇങ്ങനെ ഓടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ യാതൊരു സാറ്റിസ്ഫാക്ഷനും കിട്ടത്തില്ല. വണ്ടി പഴയതിലും സ്മൂത്തായിട്ടുണ്ട്. നിങ്ങൾ ഷോറൂമിൽ വരിക, ഓടിച്ച് നോക്കുക. ഇപ്പോൾ രസമാണ് വണ്ടി ഓടിക്കാനൊക്കെ. പിന്നെ കാണാനും ഭംഗിയുള്ളതുകൊണ്ട് 4 ആൾ നോക്കുകയും ചെയ്യും. ആയതിനാൽ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വണ്ടി ഓടിക്കുന്നുള്ളൊരു കലാപരിപാടി ഞാനിവിടെ ചെയ്യുന്നില്ല. അത് മാത്രമല്ല, ഇത് ബുക്ക് ചെയ്ത ഒരു വണ്ടിയാണ്. ഇത് ഞാൻ ഓടിച്ച് ചെളിയിൽ കൂടെയൊക്കെ ഓടിച്ച് വെറുതെ നശിപ്പിക്കുന്നില്ലെന്നൊരു സംഗതി ഉള്ളതുകൊണ്ടാണ് ഞാനിത് ഓടിക്കാത്തത്.